ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗിരി, സവാരി ഗിരിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കാശ്മീരിലെ ഉധംപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഉധംപൂർ മിലിറ്ററി ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇന്നലെ താമസിച്ചത് ഹോട്ടൽ ഗ്രാൻഡ് കിങ് എന്ന് പറയുന്ന ഈ ഹോട്ടലിലാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇന്ന് ഉദ്ദേശിക്കുന്നത് നേരെ കാശ്മീർ ദാൽ ലേക്ക് വരെയുള്ള റൂട്ടാണ്. അപ്പോൾ ഇന്നൊരു 250 കിലോമീറ്ററോളം ഉണ്ട്. അപ്പം ഇന്ന് നമുക്ക് അവിടെ വരെ എത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള യാത്ര എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഓക്കെ, നമുക്ക് പോവാം. യാത്രയിൽ വഴിയിലെ കാഴ്ചകളും നമുക്ക് കാണാം. ഓക്കെ, പോലെ ഇതാണ് നമ്മുടെ ഉധംപൂർ നഗരം. രാവിലെ സമയം ഏകദേശം 11 മണിയാകാറായി. അപ്പോൾ എല്ലാം ഒന്ന് ഉണർന്ന് വരുന്നതേ ഉള്ളൂ. ഇവിടുത്തെ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ കൂടുതൽ ഈ ടാറ്റ 407 പഴയ 407, അത് ബോഡി ചെയ്ത ടൈപ്പിലുള്ള വാഹനങ്ങളാണ് കേട്ടോ. ഇവിടെ കൂടുതൽ ട്രാൻസ്പോർട്ടായിട്ട് ബസ്സുകളുണ്ട്, പക്ഷേ ബസ്സുകൾ കുറവാണ്. കൂടുതലും ട്രാൻസ്പോർട്ട് 407 ബോഡി ചെയ്ത ടൈപ്പിലുള്ള വണ്ടികളാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഇച്ചിരി തണുപ്പ് കുറഞ്ഞപ്പോൾ ഇങ്ങനെ ഉധംപൂരിൽ കൂടി ഇങ്ങനെ കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റൺസ് എല്ലാം ഉണ്ട് കേട്ടോ. ഒരു മെയിൻ സിറ്റിയാണിത്, വലിയ സിറ്റിയാണിത് ഉധംപൂർ എന്ന് പറയുന്നത്. എല്ലാ സംഭവമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ക്യാഷ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. എന്ന് വെച്ചാൽ കാർഡൊന്നും വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. വെച്ചാൽ ഇവിടെ ഒരു മൊബൈൽ സർവീസ് ഏതായാലും ഒന്നുമില്ല. ജമ്മു കാശ്മീർ ഒരു സെപ്പറേറ്റ് ടെറിട്ടറി ആയിട്ടാണ് അവർ കണക്ക് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മൊബൈൽ സർവീസും വർക്ക് ചെയ്യില്ല. പിന്നെ അപ്പം ക്യാഷ് ഇച്ചിരി കയ്യിലെടുത്ത് വെച്ചു. ഇവിടെ വെച്ച് പെട്രോളും കൂടെ അടിച്ചിട്ട് പോവാം. ഇവിടെ 84 രൂപ 41 പൈസ ഒരു ലിറ്റർ. നല്ല സൂപ്പർ റോഡാണ് കേട്ടോ. നല്ല സൂപ്പർ സ്ഥലവും രാവിലെ തന്നെ കാഴ്ചയിൽ. റോഡിൽ ഇപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞപ്പം പട്ടാളക്കാരെ തൂക്കം കൊണ്ട് നിൽപ്പുണ്ട്. അതുപോലെ ഇതൊക്കെ ചെക്ക് പോയിൻറ്റുകളാണ്. ഇത് പോലീസ് ചെക്ക് പോസ്റ്റ്, അപ്പുറത്ത് കണ്ടത് പട്ടാളത്തിൻ്റെ ചെക്ക് പോസ്റ്റ്. ഞാൻ പിന്നെ പട്ടാളത്തിൻ്റെ ചെക്ക് പോസ്റ്റിൽ യാതൊരു വീഡിയോയോ കാര്യങ്ങളൊന്നും എടുത്തില്ല. ഓഫ് ചെയ്ത് വെച്ചേക്കാറ്. എന്തിനാ വെറുതെ ഇല്ലേ, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ അവരെത്തും കഷ്ടപ്പെടുന്നത്. അപ്പം നമ്മളായിട്ട് അത് സ്പോയിൽ ചെയ്യാൻ പാടില്ലല്ലോ. ശ്യാമപ്രസാദ് മുഖർജി ടണലാണ്. പക്ഷേ ഞാൻ അവിടെ നിന്ന് എൻ്റെ കയറുന്ന എൻട്രീന് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് നടന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഓണായില്ല. കുറേ ദൂരമായി. ഇപ്പോൾ ഇതിനകത്ത് കിലോമീറ്ററോളമായി ഇതിനകത്തൂടെ ഓടുന്നു. വളരെ നീളമുള്ള ഒരു ടണലാണ്. 50 കിലോമീറ്റർ സ്പീഡേ പറഞ്ഞിട്ടുള്ളൂ. 50 കിലോമീറ്റർ സ്പീഡ്, അതുപോലെ തന്നെ ഓവർടേക്കിങ്. എന്നാലും 2 കാർ നമ്മളെ ഇതിനകത്തൂടെ ഓവർടേക്ക് ചെയ്തു പോയി. നമ്മൾ ബൈക്കായാണ്. എമർജൻസി എക്സിറ്റ് സൈഡ് വഴി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 10 മിനിറ്റായിട്ട് 60 കിലോമീറ്റർ സ്പീഡ്, 50 to 60, 50 ഇവിടെ പറഞ്ഞത് 50 to 60 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ ഇതിലായിട്ട് ഒരു എൻഡ് എത്തിയിട്ടില്ല. ഈ എൻഡിലോട്ട് വന്നപ്പം എനിക്കൊന്ന് അപ്പുറത്തെ സ്ഥലമാകാറായിട്ടുണ്ടെന്ന് വെച്ചോ. അങ്ങനെ നമ്മുടെ തുരങ്കം കഴിയാറായി. അങ്ങനെ നമ്മുടെ ടണൽ കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അല്ലെങ്കിലും അങ്ങനെ നമ്മുടെ ഗോപ്രോ ചില സമയത്ത് ഓൺ ചെയ്യണമെന്ന് വെച്ചാൽ ഓണാണ്. അത്യാവശ്യമുള്ള ടണലിനകത്ത് കയറുന്ന എൻട്രി നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. അത് നടന്നില്ല. ഇപ്പം ടണൽ കഴിഞ്ഞ് വന്നപ്പം ഇത് കണ്ടോ, വാലി. നല്ല കിട്ടില്ല കാശ്മീർ വാലി. നമുക്ക് കിട്ടുന്ന സ്ഥലമല്ലേ. ഇപ്പം ടണൽ കയറി ഇപ്പുറത്ത് വന്നപ്പോഴത്തേനും നമുക്ക് തണുപ്പും ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്.
ഇവിടെ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ കാശ്മീർ സ്വിറ്റ്സർലൻഡിനെയും മറ്റുള്ള സ്ഥലങ്ങളെയൊക്കെ കടത്തി വെട്ടിനും കേട്ടോ, ഇംഗ്ലണ്ടിനെയൊക്കെ. എന്താ പ്രകൃതി നിൽക്കുന്ന നിപ്പ് കണ്ടോ. ഇനിയൊന്നും ഇല്ലെങ്കിലും കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ആരും സ്കിപ്പ് ചെയ്യാതെ പോകണം കേട്ടോ. നമ്മുടെ കംപ്ലീറ്റ് കാഴ്ചകൾ നമ്മൾ ഒന്നും വിടാതെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. പൈൻ മരക്കാടുകൾ, സൂപ്പർ. റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. ആ ടണലിൽ കയറുന്നതിന് എന്തായാലും അവർ ക്യാഷ് ഈടാക്കുന്നുണ്ട്. പക്ഷെ അതൊരു ക്യാഷ് ഈടാക്കിയാലും ഒരു വാർത്താണ്. കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു ടണൽ. എൻ്റെ പൊന്നെ, ഇത് സൈഡിലോട്ടൊക്കെ നോക്കിക്ക്. എന്താ ഇത്? ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്ത് പോയില്ലെങ്കിൽ കാശ്മീർ വരണം കേട്ടോ. മുക്കിലും മൂലയിലും വരെ പട്ടാളക്കാരിങ്ങനെ നിൽക്കുക ആ മുകളിലൊക്കെ. എന്നാലും പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ വീഡിയോ എടുക്കാതെ പോകുന്നത്? ഇവിടെ താഴെയായിട്ട് നമ്മുടെ ഇന്ത്യയിലൊരു ഡാമുണ്ട് കേട്ടോ. നമ്മുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മളെ വീഡിയോയിൽ കാണിക്കില്ല. നമ്മുടെ രാജ്യസുരക്ഷയെ. ജമ്മു കാശ്മീരിലെ ദേശീയ വാഹനം അതെ ഇത് കേട്ടോ. ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രക്കാരെ കൊണ്ടുപോകുന്ന വാഹനം ഇതാ. ഫ്രണ്ട്സ്, നമ്മുടെ യാത്രയിൽ ആദ്യമായിട്ട് നമ്മളിത് ഇവിടെ വണ്ടി ഞാൻ നിർത്തി മഞ്ഞുമല കണ്ടു. നമ്മുടെ മുമ്പിൽ കാണുന്ന മലയെ കണ്ടോ, നിറച്ച് മഞ്ഞ. വാ എൻ്റെ പൊന്നോ. അപ്പോൾ ഇനി അങ്ങോട്ടും മഞ്ഞുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു മലഞ്ചെരുവിലെത്തിയപ്പം ഗൂളെന്ന് പറയുന്ന ഗൂള്, അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് ഗൂളെന്നാണ് കണ്ടത്, ഇങ്ങോട്ട് ശ്രീനഗർ. അപ്പോൾ നമ്മൾ വലത്തേക്ക് തിരിഞ്ഞു. അപ്പം താഴെക്കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ഈ ഒരു സ്ഥലത്തേക്ക് തിരിഞ്ഞ റോഡിൻ്റെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. കണ്ടോ, എല്ലാ സ്ഥലവും ഇത് തന്നെ അവസ്ഥ. ഈ വണ്ടി ഇങ്ങനെ ചാടി പോകുന്നതുകൊണ്ടാണ് കേട്ടോ എൻ്റെ സൗണ്ടിൽ ഇങ്ങനെ ഒരു വെട്ടൽ പോലെ വരുന്നത്. നമ്മൾ മഞ്ഞുമലയോട് അടുത്തടുത്ത് വരുവാണ്. താഴ്വാരത്തെല്ലാം ഈ താഴെയെല്ലാം പട്ടാളം നിൽപ്പുണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും ഓരോ തോക്കും പിടിച്ചു നിൽക്കുന്നുണ്ട്. താഴെക്കൂടെ ഒരു നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട് കണ്ടോ. ഇവിടുന്ന് അങ്ങോട്ടാണ് ഒഴുകുന്നത്. ഞാൻ അവിടെ മഞ്ഞുമല ഞാൻ അവിടെ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടാരോ ഒഴുകുന്നതെന്ന് വിചാരിച്ചതല്ല. കാശ്മീരിലെ റംബൻ എന്ന് പറയുന്ന പട്ടണമാണിത്, റംബൻ. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നല്ല തിരക്കുമായി, റോഡ് ഇടുങ്ങിയതായി. സിറ്റിക്കകത്ത് ഈ ഒരു തിരക്ക് കുറയ്ക്കാനായിട്ട് ബ്രോദ ഇവിടെ പാലം പണിയൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു പകുതിയോളം ആയിട്ടുണ്ട് പാലം പണി. ഭയങ്കര പൊടിയാണ്, ട്രക്കുകാരൊക്കെ പറത്തിയാണ് പോകുന്നത്. ഇവിടെ റോഡ് പണി നടക്കുക. ഇവിടുന്ന് പല സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നമുക്ക് 139 കിലോമീറ്റർ ഓടണം. ഈ സ്ഥലം കണ്ടോ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഷൂട്ടിംഗ് സോണെന്ന്. എനിക്ക് മനസ്സിലായില്ല. ഇനി മറ്റൊരു വെടിയുതിർക്കുന്ന സ്ഥലമാണോ എന്നറിയില്ല. ലാൻഡ് സ്ലൈഡ് ഏരിയ ഭയങ്കര തിരക്കാണ് കേട്ടോ റോഡിൽ. ഷൂട്ടിംഗ് സ്റ്റോൺ ഏരിയ എന്നാണ് കേട്ടോ. മറ്റേ ബോർഡിനകത്തെ സ്റ്റോൺ എന്നുള്ളത് മാഞ്ഞു പോയതായിരുന്നു. ഷൂട്ടിംഗ് സ്റ്റോൺ ഏരിയ എന്നാണ് ബോട്ട് വെറുതെ തെറ്റിദ്ധരിച്ച്. മിലിറ്ററിയുടെ ഇപ്പോൾ ഒരു കോൺവോയ് പോയി. അപ്പം അതിനുവേണ്ടി റോഡ് എല്ലായിടത്തും ബ്ലോക്ക് ചെയ്തേക്കുമായിരുന്നു അവരെ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ബോഫോഴ്സ് തോക്കും അതുപോലെ ഒക്കെ നമുക്ക് അടുത്ത് കാണാൻ പറ്റി. പിന്നെ നമ്മൾ 2 മലയാളികളെ പരിചയപ്പെട്ടു. ഒന്ന് നമ്മുടെ കോഴിക്കോട് കൊയിലാണ്ടിക്കാരനെയും അതുപോലെ ഒരു വയനാടുകാരൻ. അതിലൊരാൾ ഞങ്ങളോട് ചായ കുടിച്ച് ചായയുടെ പൈസ ഒക്കെ അദ്ദേഹം തന്നെയാണ് കൊടുത്തത്. അങ്ങനെ ഭയങ്കര സ്നേഹം വെച്ചാൽ നമുക്ക് അവരെ കാണുമ്പോൾ അഭിമാനമാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് അഭിമാനം തോന്നും. ബ്ലഡിൽ ഇങ്ങനെ നമുക്ക് തിളയ്ക്കും പെട്ടെന്ന്. മുംബൈ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങളിപ്പം ഇടയ്ക്കും ചായ കുടിക്കാൻ അന്നേരമാണ് ഒരു കോൺവോ പോയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു അവർ വെയിറ്റ് ചെയ്തത്.
മൊത്തം വണ്ടികൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര പൊടിയെന്ന് വെച്ചാൽ അന്യായ പൊടിയാണ്. ഫോണിലേക്ക് കണ്ടോ, ഭയങ്കര പൊടിയാണ്. കുറേ നേരമായിട്ട് ഞങ്ങൾ വലിയൊരു ബ്ലോക്കിലാണ്. ഇങ്ങനെ എത്ര കിലോമീറ്ററാണെന്നറിയാം ഈ വണ്ടി ഇങ്ങനെ കിടക്കുന്നത്. പൊടിയാണെങ്കിൽ ഒരു രക്ഷയില്ല. ഓൾറെഡി പോകുന്ന വണ്ടിക്കാരൊക്കെ പൊടി അടിച്ച് തെറിപ്പിച്ചാണ് പോകുന്നത്. മൂക്കൊക്കെ അടഞ്ഞ് പൊടി അടിച്ചടിച്ച് മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിലും എത്ര ദൂരത്തൊക്കെ വണ്ടി കിടക്കുന്നത്. ഇപ്പോൾ മേജർ സൂരജ് നമ്മൾ KL01 വണ്ടി കണ്ടിട്ട് അദ്ദേഹം പോയിട്ട് തിരിച്ചു വന്നതാണ്. അദ്ദേഹം ബോൺ ബോട്ടപ്പ് ഇൻ ബാംഗ്ലൂർ, തിരുവനന്തപുരത്ത് പാറശാലയുള്ള അദ്ദേഹമാണ്. അപ്പം ഞങ്ങളുടെ വണ്ടി കണ്ടിട്ട് മലയാളീസായിട്ട് പോയി. അദ്ദേഹം നല്ല തിരക്കിലായിരുന്നു. പോയിട്ടൊരു 2 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങളെ വഴി തടഞ്ഞു നിർത്തി. ഞങ്ങൾ ആദ്യം ഞാൻ വണ്ടി പോയാക്കി ഹോൺ അടിച്ചു, ജിപ്സി. അപ്പോൾ ഞങ്ങൾ ഓർത്തു നോർമലി ടാക്സി വെഹിക്കിൾസ് ഇവിടെ ഫുൾ ടൈം ഇങ്ങനെ ഹോൺ അടിച്ചിട്ടേ പോവുള്ളൂ. അപ്പോൾ ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല. എന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ നമ്മൾ റോഡിൻ്റെ ഇങ്ങനെ സൈഡ് ചേർന്നിട്ട് അങ്ങ് പോകും. അപ്പോൾ ഞങ്ങൾ ഓർത്തു വലിയ ടാക്സി വണ്ടിയാണെന്ന് ഓർത്തു. കീ അടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന് ഫ്രണ്ടിൽ വന്ന് കവർ ചെയ്ത് ഞങ്ങളെ ക്രോസ് ചെയ്ത് നിർത്തി. അപ്പോൾ ഞങ്ങളത് എന്താണ് കാര്യം. അപ്പം പെട്ടെന്ന് അദ്ദേഹം ഇറങ്ങി വന്ന് പരിചയപ്പെട്ടു. ഒരു KL01 വണ്ടി കണ്ടുകൊണ്ട് വണ്ടി കണ്ടപ്പോൾ ഒരു മലയാളിയെ കണ്ടപ്പോൾ ഒരു സന്തോഷം. അതുകൊണ്ട് അത് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഓഫീസിലേക്ക് ക്ഷണിച്ചു. ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ്, വന്ന് ചായ കുടിച്ചിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാർ ഞങ്ങൾക്ക് ഇന്ന പോലെ ശ്രീനഗർ വരെ എത്തണമെന്ന്. അപ്പോൾ അതുകൊണ്ട് കയറുന്നില്ലെന്ന് പറഞ്ഞു. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ബിഫോർ നമ്മളിപ്പോൾ ഒരു ചായ കുടിച്ചതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്ഷണം ഞങ്ങൾ നിരസിച്ചിട്ട്, നല്ല മനുഷ്യൻ കേട്ടോ അവർ, ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചു. ഒരു 5 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന് ഓഫീസിലേക്ക്, വരൂ വന്ന് ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ എന്തുമാത്രം മലയാളീസ് ഉണ്ടെന്നറിയാമോ നമ്മുടെ ഫോഴ്സിൽ. അവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ചെയ്യുന്ന ഇതൊക്കെ പ്രവൃത്തി കാണുമ്പോഴല്ലോ നമ്മുടെ ഇങ്ങനെ മുമ്പേ പറഞ്ഞില്ലേ, ബ്ലഡ് ഇങ്ങനെ നമുക്ക് തിളയ്ക്കും. നമ്മുടെ രാജ്യത്തിന് ഉള്ള ഒരു എന്തായാലും എല്ലാവർക്കും വളരെ നന്ദി. റോഡ് തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അത് കണ്ടോ, മഞ്ഞുമല കണ്ടോ ഫ്രണ്ടിലായിട്ട്. നമ്മൾ അത് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്ത് പോകാനായിട്ട്. അത് ക്രോസ് ചെയ്തിട്ട് ഒരു തുരങ്കമുണ്ട്. ആ തുരങ്കവും കഴിഞ്ഞ് അപ്പുറത്ത് പോയേ പറ്റുള്ളൂ. അപ്പോൾ മിക്കവാറും അവിടെ എത്തുന്നതോടുകൂടി, ഇനി ഇവിടുന്ന് 104 കിലോമീറ്റർ ഉണ്ട് ശ്രീനഗർ. മിക്കവാറും അവിടെ എത്തുന്നതോടുകൂടി ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാവും. ഈ അവസ്ഥ ആണെങ്കിൽ രാവിലെ എപ്പം തുടങ്ങിയാണെന്നറിയോ ഈ യാത്ര. റോഡ് ഫുള്ള് ബ്ലോക്ക്, വണ്ടി നീങ്ങുന്നുമില്ല അങ്ങോട്ട്. കണ്ടില്ലേ, ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അപ്പുറം എത്തുമ്പോഴത്തേക്കും ഭയങ്കര ഐസായിരിക്കും. നോക്കാം. മഞ്ഞുമലാസ് ഇങ്ങോട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് തണുപ്പിൻ്റെ കാഠിന്യം കൂടി വരുന്നുണ്ട്. നമ്മളിപ്പം ഇവിടുന്ന് മറ്റേ തുരങ്കപാതയിലേക്ക് കയറാൻ പോവുകയാണ്. ഇന്നർ റൈഡ്സും ജീൻസും ഇതും എല്ലാം ഇട്ടിട്ട് എല്ലാം തണുത്ത് വിറച്ച് മരവിച്ചിരിക്കുക. എൻ്റെ പോലെ ഇതാ മഞ്ഞുമല. ഫ്രണ്ടിലെല്ലാം മഞ്ഞ്, നമുക്ക് ആ മലയെ മൊത്തം കാണാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ടിൽ കാണുന്ന മലയെല്ലാം മഞ്ഞ. മുമ്പിൽ വരാൻ പോകുന്ന ടണലിൻ്റെ പേരാണ് ജവഹർ ടണൽ. ഫ്രണ്ട്സ്, അങ്ങനെ ഇത് തണുപ്പ് ആയതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് 2 കയ്യോറ മേടിച്ചു, ഇതുപോലെ ഈ തെർമലും മേടിച്ചു. അപ്പോൾ ഇനിയും അങ്ങോട്ടുള്ള യാത്ര ഇതൊക്കെ ഇട്ടാലേ പറ്റുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ ചുരം കയറിയൊക്കെ തുടങ്ങി. ഇതുകൊണ്ടോ റൈറ്റ് സൈഡിലോട്ട് നോക്കിയാൽ മഞ്ഞുമലകൾ. നല്ല സൂപ്പർ തണുപ്പാണ്. നമ്മളിപ്പം സംസാരിക്കുന്നത് ക്ലിയർ അല്ലാതിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിൽ മറ്റേ ഇട്ടേക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് മരങ്ങളെല്ലാം ഇലയൊക്കെ പൊഴിഞ്ഞ് നിൽക്കുക. തണുപ്പ് കാരണമായിരിക്കും. ഇനിയിപ്പം തണുപ്പ് സീസൺ തുടങ്ങുന്നല്ലേ ഉള്ളൂ. നമ്മളിപ്പം ഓൾമോസ്റ്റ് ആ മഞ്ഞുമലയിലൊക്കെയുള്ള ആ ലെവലിൽ തന്നെ എത്തി. തണുപ്പും അതിനനുസരിച്ച് കൂടിയിട്ടുണ്ട്. നല്ല സൂപ്പർ തണുപ്പാണ്. ഞങ്ങളൊരു 2 ഗ്ലൗസൊക്കെ ഇട്ട് അങ്ങനെ തണുപ്പിലൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിലാണ്. നോക്കട്ടെ. അപ്പം ഞങ്ങൾ ആ ഒരു മഞ്ഞുമലയൊക്കെലോട്ടാണ് കയറി പോകുന്നത്, ഒരു ടണലിലേക്ക്. അപ്പോൾ ഏകദേശം നമ്മൾ ഈ മഞ്ഞൊക്കെ കാണുന്ന ആ ഒരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ സാധനം കണ്ടോ, ഇതിന് ഒരു സ്നോ ഷെഡ് എന്നാണ് പേരിട്ടേക്കുന്നത്. വെച്ചാൽ ഇവിടെയൊക്കെ മഞ്ഞ് കാലത്ത് മഞ്ഞ് അടിയിൽ നിന്ന് വന്ന് അത്രയും മഞ്ഞടിയുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൽ നിന്ന് റോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതായത് വാഹനങ്ങൾ ബ്ലോക്ക് വരാതിരിക്കാനായിട്ട് അതിന് സ്നോ ഷെഡ് പണിതേക്കും. ഒരുത്തം കൊണ്ട് കൂടുതൽ. അപ്പോൾ നമ്മൾ ജവഹർ ടണലിൽ പ്രവേശിച്ചു. ഹൈ സെക്യൂരിറ്റി സോണാണ് ഈ സോൺ. അത് ഞാൻ വെളിയിൽ നിന്ന് വീഡിയോ എടുത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി ചെക്കും
അതായത് പട്ടാളത്തിൻ്റെ ചെക്ക് പോയിന്റാണ്. അപ്പം നമ്മളെന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഹൈ സെക്യൂരിറ്റി പോയിൻ്റായി. ഇതിൻ്റെ അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ കാശ്മീർ സ്റ്റാർട്ട് ചെയ്തു. ഈ കാലാവസ്ഥ ഇപ്പം വരെ കണ്ട കാലാവസ്ഥയും മാറും, മഞ്ഞും ഇതൊക്കെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ജവഹർ കമാൽ ഒരു വണ്ടിക്ക് മാത്രം പോകാൻ പറ്റുന്ന റണ്ണാണ്. കറക്റ്റ് ഒരു വണ്ടിയേ ഉള്ളൂ. രണ്ട് സൈഡിലും ചിലത് നമ്മുടെ മുമ്പിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ഒരു ടാറ്റയുടെ വണ്ടി. അവർ നമുക്ക് വേണ്ടി നമ്മൾ ബൈക്കറായതുകൊണ്ട് നമ്മളെ കയറ്റി വിടും, കൈ കാണിച്ച് കയറി പൊക്കോളം പറഞ്ഞു. പിന്നെ അപ്പുറ സൈഡാണ് കാശ്മീർ. യഥാർത്ഥ കാശ്മീർ നമ്മൾ കാണാൻ പോകും. എന്താണ് അവസ്ഥ? തണുപ്പ് കൂടിക്കൂടി വരുന്ന ടണലിനകത്ത് അവസാനിച്ചു. എൻ്റെ പൊന്നോ, ഇത് കണ്ടോ? കാശ്മീരിൻ്റെ യഥാർത്ഥ മുഖം കണ്ടോ? കാലാവസ്ഥ കണ്ടോ? അയ്യോ എൻ്റെ പൊന്നതേ, നമ്മൾ മുമ്പ് താഴെ നിന്ന് കിലോമീറ്ററുകൾ താഴത്ത് വന്ന മഞ്ഞുമല ഇപ്പം നമ്മുടെ മുമ്പിൽ കാണുന്നത്. ചുറ്റും മഞ്ഞുമല. ആ മഞ്ഞിനകത്തേക്കാണ് നമ്മൾ വന്നിറങ്ങിയത്. കണ്ടോ? കാശ്മീർ, വെൽക്കം കാശ്മീർ, വെൽക്കം ടു ഇതാണ് യഥാർത്ഥ കാശ്മീർ, മഞ്ഞ് മൂടിയ കാശ്മീർ. ഇതൊക്കെ പൊതുലാകുമ്പോൾ ലൈറ്റൊക്കെ ഇട്ട് വരുന്നത്. സൈഡൊക്കെ ഇങ്ങനെ കയറി പോരുകയാണ്. അങ്ങോട്ട് നോക്കി എൻ്റെ പിന്നെ ഈ മലയിലൊക്കെ മഞ്ഞ് കിടക്കുന്ന കണ്ടോ? ശരിക്കും ഞങ്ങൾ ത്രില്ലാണ് കേട്ടോ, ശരിക്കും ത്രില്ലാണ്. വീതിയില്ല റോഡിന്, ഒരു വണ്ടി പോകുന്ന വീതി പോകുന്നുണ്ടല്ലോ. എന്താ പറഞ്ഞു, ചില വളമൊക്കെ വരുമ്പോഴത്തേക്കും വലിയ വണ്ടിക്കാരൊക്കെ ഇപ്പുറത്തെ സൈഡിലങ്ങ് കയറ്റും. ഈ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ട് ഒരു പ്രയോജനമില്ല. തണുക്ക് ഇങ്ങനെ ഗ്ലൗസിന് ഇടയ്ക്ക് കൂടെ തണുപ്പ് കയറുക. കാശ്മീർ താഴ്വരകൾ കണ്ടോ? തണുക്കുന്നേ 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 തണുക്കുന്നേ. വണ്ടിയൊക്കെ ഫുൾ കവർ ചെയ്ത് കയറി വരുന്നതാണ്. അപ്പം നമ്മൾ ഈ മഞ്ഞിനകത്താട്ടോ, വെളിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞാണ്. നമ്മൾ ക്യാമറയൊക്കെ നമ്മൾ ക്ലിയർ കാണുന്നുണ്ടെങ്കിൽ ഈ കണ്ണ് മഞ്ഞിനകത്തൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാശ്മീരിലെ തണുത്തുറഞ്ഞ സായന്തനം എന്താ പോകുന്നത്? ഇത്രയും മുമ്പിൽ ഞങ്ങൾ എഴുതുന്നു. അപ്പം ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തേക്ക് കാശ്മീരിലെത്തി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് കാശ്മീരിലെ യാത്രയുടെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോ കാണാം, ഇല്ലെങ്കിൽ വലിയ നീളത്തിലായി പോകും കേട്ടോ. ഇന്നത്തെ വെച്ചാൽ നമ്മുടെ യാത്രയെല്ലാം ഈ ഒരു ഇത്രയും നേരം ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ ബാക്കി പോർഷൻ അടുത്ത ദിവസം കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എനിക്ക് ഇവിടെ വണ്ടി നിർത്താൻ വയ്യ, കൈയൊക്കെ മരച്ചിരിക്കുക, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.